കേറി ഓടി ഓടി മടുത്തിട്ട് ക്ഷീണത്തോടെ ഇരിക്കണ സോദരന്മാരെ, അടുക്കള പണിയുടെ അലച്ചിലും അഴിക്കാനായി ഒഴിച്ചിലും നടത്തണ സോദരിമാരെ, മനസ്സു തുറന്നു ചിരിച്ചിടുവാൻ കോമഡി വേണോ, നിങ്ങളുടെ പിരിമുറുക്കം കുറച്ചിടുന്ന പാരഡി വേണോ, മനസ്സു തുറന്നു ചിരിച്ചിടുവാൻ കോമഡി വേണോ, നിങ്ങളുടെ പിരിമുറുക്കം കുറച്ചിടുന്ന പാരഡി വേണോ. അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് ടിവിക്ക് മുമ്പിലിരിക്കണ നേരത്ത് നെറ്റ് ചുളിക്കാതെ ചാനൽ മാറ്റാതെ പൊട്ടിച്ചിരിച്ചിടണം. അത്തരമേൽത്തരം സഭ്യതയുള്ള തമാശകൾ കേട്ടിട്ട് പൊട്ടിച്ചിരിക്കുവാൻ കൗമുദി ടിവി ഒരുക്കുന്ന ഞങ്ങളുടെ കോമഡി കാണാം, നിങ്ങളുടെ ബോറടി മാറ്റാം. 5 minutes fun star, Jungle Jewelry 5 minutes fun star, 5 minutes fun star. ജംഗിൾ ജ്വല്ലറി 5 minutes fun starലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ബിജിക്കുട്ടൻ, പ്രസാദേട്ടൻ, നാഷിക. നേരത്തെ കണ്ടപ്പോ ഈ സന്തോഷമൊന്നും കണ്ടില്ലല്ലോ. ഇവിടുത്തെ എഴുന്നേറ്റ കാല് മുട്ടിനാലും നല്ല പിടിക്കുന്നല്ലോ. ഇച്ചായനുണ്ടല്ലോ, പണ്ട് എന്നോട് ഇച്ചിരി മോളെ തേനെ പാല ചക്കര എന്നല്ലേ വിളിച്ചേ. ഇപ്പൊ ഇച്ചായ എന്തെങ്കിലും എന്നെ വിളിക്കാറുണ്ടോ? അത് പിന്നെ കുട്ടിക്കാലത്ത് മുട്ടായി തരുമ്പോൾ നമ്മൾ വിചാരിക്കും പള്ളിയെ പുഴു പിടിക്കാനാണ്. ഗ്യാസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഗ്യാസ് ഒരു അസുഖമല്ലേ? പരിപ്പും കിഴങ്ങും കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാകും. എന്തിനാ അപ്പോഴും നിങ്ങളുടെ ഇവിടെ നാടകമല്ല നടക്കുന്നത്? എങ്ങനെ അപ്പോഴും നിങ്ങൾ നോക്കി ചമ്പ എനിക്കറിയാം. എന്റെ ഭാര്യച്ച് ചെറുപ്പ ഗ്യാസ് എന്ന് പറയുന്ന സാധനം അത് എനിക്കുണ്ട്. അത് ഞാൻ മറച്ചു വെക്കുന്നില്ല, അതൊരു സത്യമാണ്. ചിരിയുടെ ലഹരിയിൽ ഉയരാൻ ജനം ഒരുങ്ങണതൊരു കല മാത്രം. ഫേവറേറ്റ് റൗണ്ടിൽ ഒരു ഫേവറേറ്റ് സ്കിറ്റുമായി എത്തുന്നു ടീം പാണ്ടിപ്പട. നല്ല പാർട്ടികളാ. നിങ്ങൾ എവിടെ പോയി കിടക്കായിരുന്നു? ഞങ്ങൾക്ക് പരിപാടി ഉണ്ടായിരുന്നു. അമ്മാവൻ ഇത്രയും ഒരു ബുദ്ധിമുട്ടി കിടക്കുമ്പോൾ നിങ്ങൾ വന്നൊന്ന് ചിരിപ്പിച്ചാലേ അയാളുടെ അസുഖം മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ എന്താ വേണ്ടേ? നിങ്ങൾ എളുപ്പം കൊണ്ട് ഒന്ന് ചിരിപ്പിക്കയാളെ. അപ്പൊ ഓക്കെ, ശരി, ഞങ്ങളുടെ അമ്മാവനെ പോയി ഒന്ന് ചിരിപ്പിച്ച് രസിപ്പിച്ചിട്ട് വരാം. ശരി, ആയുസ് വർദ്ധിപ്പിക്കും എന്ന വാക്യമാണ് മിമിക്രി കലാകാരന്മാരെ കാലന്റെ ശത്രുവാക്കിയത്. മരണത്തോട് മല്ലടിക്കുമ്പോഴും മിമിക്രി കാണണമെന്ന് കൊതിക്കുന്ന ഒരു കഥാപാത്രത്തെ ഫേവറേറ്റ് റൗണ്ടിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ടീം പാണ്ടിപ്പട. ഒരാൾ അസുഖം പറഞ്ഞതേ ഇങ്ങനെ സിനിമാറ്റിക് ഡാൻസും കളിച്ച് പോകാൻ നേരം ഞങ്ങൾ അത് പ്രോത്സാഹിപ്പിച്ചല്ലേ. അത് അസുഖം പറഞ്ഞ ആശുപത്രി പോകുന്നല്ല, അത് ബാത്റൂമിൽ പോവാ ഭിത്തി പിടിച്ചോണ്ട് കേട്ടാ. എന്റെ ഇച്ചായ ഇത്രയും വയ്യാഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് നടക്കേണ്ട കാര്യമുണ്ട്. നിനക്ക് എടി എന്നെ ആശുപത്രി ഇങ്ങനെ കൊണ്ട് കിടത്തിട്ട് നീ ഇങ്ങനെ കല്യാണത്തിന് ഒരുങ്ങി പോകുന്ന ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് നടന്നാൽ മതിയോ? ഇച്ചായ ഞാൻ കടയിൽ പോയതല്ലേ ഇച്ചായ. എന്താ കടയിൽ പോയി? നീ എന്താ കടയിൽ പോയി? നീ പറ സംഭവം എന്താ കടയിൽ പോയി? സാധനം വാങ്ങിക്കാൻ പോണ്ടേ? എനിക്ക് ശരിയല്ല. നീ ഇപ്പൊ ഇവിടെ ഇറങ്ങി പോയ നേഴ്സ് ഉണ്ടല്ലോ, ഇന്ന് മുമ്പേ വന്ന് എന്നെ ഒന്ന് കണ്ണടത്തി അടിച്ചിട്ട് അവർ പോയി. എനിക്ക് കൂടുതലൊന്നും വേണ്ട, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച എന്റെ സർവ്വ അസുഖം അവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കേ. പിതാവു എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്റെ അസുഖം എല്ലാം മാറ്റി തരണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാ വരും, ഈശ്വരൻ വരും. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, സർവ്വ അസുഖം മാറും. നീ പോ, നീ എന്റെ അടുക്ക ഇരിക്കാൻ വേണ്ട, നിന്റെ ഒരു കോളും വേണ്ട. എനിക്ക് എന്താ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു. ഇന്നലെ രാത്രിയില് ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോ നമ്മളൊരു ദിവസം നിന്റെ വീട്ടിൽ വിരുന്നിന് പോയ ഓർക്കുമ്പോ ഉണ്ടോ? കല്യാണം കഴിഞ്ഞ് മറക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ മുരളിയില്ലേ, മുരളി, ചെത്താൻ പോവാൻ മുരളി, നീ അവനും തമ്മിൽ ഒത്തിരി ചെത്തിയതാ. അന്ന് അവൻ എന്നോട് വന്ന് പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഇച്ചിരി പ്രേമമായിരുന്നു, ഇച്ചിരി കാര്യങ്ങളൊക്കെ അന്ന് അവൻ പറഞ്ഞു. സംസാരിക്കരുത് കേട്ടാ. ഇപ്പൊ വന്നു ഒരു സ്നേഹവും ഇല്ല. നീ എന്നെ വഞ്ചിച്ചിട്ടില്ലേ? എന്ത് വഞ്ചിച്ചു? അന്ത് സത്യത്തിൽ നീ എന്നെ വഞ്ചിച്ചിട്ടില്ല. ഇച്ചായനുണ്ടല്ലോ, പണ്ട് എന്നോട് ഇച്ചിരി മോളെ തേനെ പാല ചക്കര എന്നല്ലേ വിളിച്ചേ. ഇപ്പൊ ഇച്ചായ എന്തെങ്കിലും എന്നെ വിളിക്കാറുണ്ടോ? അത് പിന്നെ കുട്ടിക്കാലത്ത് മുട്ടായി തരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ പള്ളിയെ പുഴു പിടിക്കാനാണ്. എന്നോട് സംസാരിക്കരുത് കേട്ടോ. ഒന്ന് സംസാരിക്കണ്ടോ? ഓർമ്മയുണ്ടോ? എന്ത്
അന്ന് എന്നോട് ഇച്ചായൻ പറയുമായിരുന്നു നിനക്ക് കറുപ്പ് പൊട്ട് വെച്ചാൽ നല്ല ഭംഗിയാണെന്ന്. അതുകൊണ്ടൊന്നും അല്ല പറഞ്ഞു. കറുപ്പൊഴിച്ച് നീ ഏത് കളർ വെച്ചാലും ആനക്ക് റിഫ്ലക്ട് വെച്ച പോലെ ഇങ്ങനെ ഇരിക്കും. ഡോക്ടർ മണിക്കുട്ടനുണ്ടല്ലോ, നമ്മുടെ ഡോക്ടറോ? അവൻ എന്നെ നോക്കണ്ട. എനിക്ക് ഇവിടെ ഒന്നും വന്ന് എടി മണിക്കുട്ടൻ ഡോക്ടർ ഉണ്ടല്ലേ, അവന്റെ അച്ഛനെ നിനക്കറിയാമോ? ഇല്ല. ഞാൻ അവനെ ഒന്നും പേടിക്കട്ടെ. അവന്റെ അച്ഛൻ എന്റെ കൂട്ടിരുന്ന ഒരു ബെഞ്ച് ഇരുന്ന് പഠിച്ചന്മാരാ. അന്ന് അവന്റെ അച്ഛനുണ്ടല്ലോ ഒരു കീറി നിക്കറുണ്ട് എന്റെ കൂടെ ഇരുന്ന് പഠിച്ചറിയാമോ? ഇവനൊന്നും എനിക്ക് പേടിയൊന്നും. അന്ന് അവന്റെ അച്ഛന് കീറി നിക്കറെങ്കിലും ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് അതുപോലെ ഇല്ല കിടക്കുന്നത് കേട്ടല്ലേ. ആ ഡോക്ടറെ എനിക്ക് ഇഷ്ടമല്ല. അവൻ എന്നെ നോക്കണ്ട. അവന് വേണ്ടേ വെറും വൃത്തികെട്ട ഒരു ഡോക്ടർ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരു പന്നം പിടിച്ചൊരു. അയ്യോ കുഞ്ഞിന്റെ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞ് നാക്കിട്ടില്ലടി. മോനുള്ളതുകൊണ്ട് എന്റെ ജീവൻ കിടക്കുന്നതാ സത്യം. ഒന്നും മേടിച്ചെന്നില്ലടാ. ഒന്നും മേടിച്ചെന്നില്ല. ഒന്നും ആ കടയിൽ നിന്ന് ഒരു പൊറോട്ടയില്ലേ നീ മേടിച്ചു? ഒരു പൊറോട്ട മേടിച്ചു. പിന്നെ ഇച്ചിരി പാല് പിടിക്കുന്നു, അത് ഞാൻ കുടിച്ചു. 6 പൊറോട്ട കഴിച്ചു. 6 പൊറോട്ട കഴിച്ചു. പിന്നെ ഒരു ലേറ്റൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. മുട്ട ഞാൻ കഴിച്ചു. എല്ലാം കൂടെ വാരി കഴിച്ചിട്ട് അവസാനം ദഹനക്കേട്ടിന് ഞാൻ തന്നെ ചികിത്സിക്കേണ്ടി വരും. ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല, ഒരു സംഭവമില്ല. അതിനൊന്നും ഒരു വിഷയം ഉണ്ടാവും. ഇതെന്താ സംഭവിച്ചത്? ഇങ്ങനെ വരുന്നതല്ലോ. എന്താ സംഭവിച്ചതെന്ന് എന്റെ പൊന്നു മോനെ ഈച്ചാനുണ്ടല്ലോ ഇപ്പൊ ഒരു അസുഖം തുടങ്ങിയിരിക്കുക. ഗൾഫിൽ പോണോന്നു അങ്ങനെ സംഭവം ഉണ്ടാകുമ്പോ നമ്മ അടുത്തുള്ള ഒരാളല്ല, നമ്മുടെ ചാക്കനടത്തിന്റെ സുരേഷ് നിനക്കറിയാം. അവിടെ ഈ വിസയുടെ പരിപാടിയൊക്കെ ഉണ്ടെന്നെ. ഹോട്ടലിൽ പിസ തുടങ്ങി അവിടെ. എന്റെ പൊന്നുവിനൊന്നും അല്ല, വിസയുടെ ഗൾഫിൽ പോകാനുള്ള പരിപാടി അപ്പൊ അവൻ എന്നോട് പറഞ്ഞു വെച്ചു, കൊച്ചപ്പിച്ച ഇവിടെ തേങ്ങ പിട്ടി എന്ത് കിട്ടും? തേങ്ങ കിട്ടും. അവൻ എന്നോട് ചോദിച്ചു, കൊച്ചപ്പിച്ച ഇവിടെ നടന്ന് തേങ്ങ പിട്ടി എന്ത് കിട്ടും? ഒന്നും കിട്ടുന്നത്. നിങ്ങൾ ഗൾഫിൽ പോവും, അവിടെ പനയുണ്ട്. അവിടെ പനയുണ്ട്. പനയുണ്ട്. പനയിൽ കയറും. 40,000 രൂപ ശമ്പളം തരാം ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് വിശ്വസിച്ചു. അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ ഞാൻ ഗൾഫിൽ പോലുള്ള എല്ലാ കാര്യങ്ങളും 30,000 രൂപ അവന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. 30,000 കൊടുത്തോ? 30,000 രൂപ കൊണ്ട് കൊടുത്തു. എന്നിട്ട് 30,000 രൂപ കൊടുത്തിട്ട് അവനെ എന്നെ പറ്റിച്ച പോലെ ഞാൻ ദിവസങ്ങളോളം അവനെ തിരക്കി കിടക്കുക. ഒത്തിരി 6 മാസം അവൻ എന്നെ പറ്റിച്ചു കിടന്നു. ആണോ? പിന്നെ ഞാൻ വീട്ടിൽ വന്നിരുന്നു പ്രാർത്ഥിച്ചു. ഇല്ലടി സർവ സസ്യപിതാവു എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിച്ച ദൈവത്തിന് മനസ്സിലാവോ? മനസ്സിലാവുമെന്ന് എനിക്കറിയാം. പക്ഷെ പിറ്റേ ദിവസം എന്റെ മുന്നിൽ വന്നു. അന്നേരം ഞാൻ അവനോട് ചോദിച്ചില്ല, എന്റെ പൈസ എവിടെ? എന്റെ ബിസൈക്ക് എന്ന പൈസ എവിടെ? ഞാൻ ഇത് ചെവി അറിയാതെ ചെയ്ത കേസാ, എപ്പോഴും പോലും അറിയാതെ ചെയ്ത കേസാ. ചേച്ചി അറിഞ്ഞില്ലേ? അവക്ക് 4 ചെവിയല്ലേ. അപ്പൊ ഇവിടെ പൈസ എന്നെ വഞ്ചിച്ച് എന്റെ പൈസ ഇവിടെ തരാൻ പറഞ്ഞു. അപ്പൊ അവന് ഇന്നെ കൈയും കാലും കാണിക്കുക. ഞാൻ പറഞ്ഞു എന്റെ കഷ്ടപ്പെട്ട പൈസയാണ്, എന്റെ പൈസ ഇവിടെ തന്നെ പറ്റൂ. നീ എനിക്ക് എന്റെ പൈസ ഓർക്കുമ്പോ ഇങ്ങനെ ഇത്ര വലിയ വർത്താനൊക്കെ പറയും കേട്ടല്ലേ. അയ്യോ നോക്കട്ടെ. കുഴപ്പമില്ല. അയ്യോ ഇത് സീരിയസ് ആണ്. പൾസ് കംപ്ലൈന്റ് ആണ്, ഹാർട്ട് ബീറ്റ് കംപ്ലൈന്റ് ആണ്. സീരിയസ്. നിങ്ങൾ കാര്യം ചെയ്യും, ഇതിന് അധികം നേരം കാണത്തില്ല ചേച്ചി. ദൈവം തോന്നരുത്. അറിയിക്കാതെ പ്ലീസ്. ആരെങ്കിലും അറിയിക്കുക. അച്ഛയോ അവസാനമായിട്ട് ആഗ്രഹമുണ്ടോ? എന്റെ അനന്തരന്റെ മക്കള് 2 പേരുണ്ട്. 2 അമ്മമാര് ഞാൻ ഭയങ്കര മിമിക്രി കലാകാരന്മാര്. അമ്മമാരെ ഒന്ന് കാണണം. ഞാൻ അമ്മമാരെ ചേച്ചി പെട്ടെന്ന് വിളിക്കും. ഒന്നുമില്ല. എന്റെ പിള്ളേര് 63 വയസ്സ്, ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഇത്ര ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ മുടി ഒന്ന് ശരിയാക്കേണ്ട സമയം. ആയിക്കോട്ടെ. കല്യാണത്തിന് പോവാനല്ല, ഒരു ഇഞ്ചക്ഷൻ എടുക്കാനാ. എടുത്തു. അയ്യടാ ഭയങ്കര സുഖിച്ചു. ഇവിടെ അല്ല, ഇവിടെ കൈയുടെ ഓരത്തിന്. ഇവിടെ ഇല്ല, എന്റെ ഇല്ല, എനിക്കില്ല. എനിക്ക് വേണ്ട, ഇഞ്ചക്ഷൻ വേണ്ട, ഗുളി തന്നാൽ മതി. ഡോക്ടർ പറഞ്ഞത് നമ്മുടെ സംഭവമല്ല, ഏതാണ്ടൊക്കെ തീരുമാനമായി. ഇത് ഗുളി തന്നാൽ മതി. വെറുതെ കുത്തി പഠിപ്പിക്കാം. ഒരു ഗുളി തന്നാൽ മതി. ഗുളിക കഴിക്കാം. ഗുളി അത് വേണ്ട. എനിക്ക് കൊച്ചു ഗുളിയുടെ ആവശ്യമുണ്ട്, അല്ലാതെ വേറെ എൻ്റെ സംഭവം വേണ്ട. അതെന്താ സൈഡ് ഓടിച്ചു കളഞ്ഞേ? സൈഡ് എഫക്റ്റ് ഉണ്ടാവണ്ടല്ലോ. ചെയ്യുമ്പോൾ അതിനൊരു കാരണമുണ്ട്. നോക്കി കിടക്ക്. ചായ നമ്മുടെ മക്കൾ ഇപ്പൊ വരും കേട്ടോ. അവരെത്താറായെന്ന് തോന്നുന്നു. നമ്മുടെ പിള്ളേരെ അമ്മമാര്, ഞാനാ അമ്മമാര് മിമിക്രിക്കാര്. അവര് വരും. അമ്മമാര് നമ്മുടെ പിള്ളേരെ അമ്മമാര് കൊച്ചേനെ
എന്താ ഞാൻ വിവരം പറഞ്ഞ പോടി വന്നുണ്ടോ എന്താണ് കൊച്ചാപ്പച്ച എന്താ പറ്റി? നിനക്ക് നാണോ അല്ല കൊച്ചാപ്പിച്ച ഇവന്റെ വലിപ്പം കാരണം നമ്മളെ കാണണ്ടേ നാണം നീ പണ്ട് ഓർമ്മ കൊച്ചിൽ എന്റെ കൊച്ചിലെ അവിടെ വരുമ്പോഴേ എന്റെ ഇത്രേ ഉള്ളു നീ ആര് ഇവൻ രജി റജിയെ കണ്ടോ? കണ്ടോ കൊച്ചാപ്പിച്ച കളിയാക്കണ നീ കളിയാക്കണ്ട നീ ഇത്രയും തടിയൊക്കെ ആയില്ലേ നിന്നെ പറ്റിട്ടപ്പോ ഇത്ര ഉള്ളേ അവൻ ഇത് റജി ഏതാ അവൻ നീ ഇത്രേ ഉള്ളേ ഇത് റജി ഇത് അല്ല ഇത് ഞാൻ ഇത് റജി റജി അപ്പൊ ഇത് രണ്ടുപേരാരാ? ഇത് ഞങ്ങൾ രണ്ടുപേരും നിന്നെ കാണാമോ നിങ്ങൾ ഇത് ഞാനും അല്ല അപ്പൊ ഇതാരാ? ഇതിവിടെ കള്ളക്കാമുകൻ മുരളി എവിടെ എനിക്ക് ഇഷ്ടമല്ല ഓപ്പറേഷൻ ചെയ്ത് ഞാൻ ഓപ്പറേഷൻ ഡോക്ടറെ വിളിച്ച് എനിക്ക് അപ്പച്ചൻ പോവാ മക്കളെ അപ്പച്ചൻ പോവാ അപ്പച്ചൻ പോകണ്ട അപ്പച്ചൻ പോകണ്ട അപ്പച്ചൻ പോകണ്ടായോ ചാവാൻ കിടക്കുമ്പോ കൗണ്ടർ പറയല്ലേ കൊച്ചാപ്പിച്ച അസുഖം കൂടുതലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഓടി വന്നില്ലേ ഇതുപോലെ തന്നെ ഒരു സാധനം നമ്മുടെ വീട്ടിലും ഉണ്ടല്ലോ ഒരു ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഒരു 9:30 ആയപ്പോഴത്തേക്കിനും പെട്ടെന്ന് ഈ പുള്ളിക്കാരൻ അങ്ങ് നോർമലായെന്ന്. പിന്നെ നമ്മൾ വല്ലതും അവിടെ ഉണ്ടോ? പിന്നെ അതിലൊക്കെ പിള്ളേരെല്ലാം എടുത്തോണ്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കിനും ഡോക്ടർ അവരുടെ നേരെ ഒരു ചാട്ടം. ഇത്ര നോർമൽ ആകുന്നോടെ വരെ വെച്ചോണ്ടിരുന്ന ചിപ്പിടാണോ കൊണ്ടുവന്ന് ചോദിച്ചു തല്ലിയില്ലെന്നേ ഉള്ളൂ. പിന്നെ എന്തായാലും ഡോക്ടർമാർ മരുന്നൊക്കെ കൊടുത്ത് രാത്രി ഒരു 12 മണി ആയപ്പോഴാണ് ഒന്ന് സീരിയസ് ആയത്. ഇനിയിപ്പോ മരുന്നിന്റെ വല്ല റിഹേഴ്സലാണോ എന്ന് നമുക്കറിയാനോ?